ഹെഡ്ഗേവാർ പേര് വിവാദത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് പോലീസ്. സിപിഐഎം, കോൺഗ്രസ്, ബിജെപി പ്രതിനിധികളെയാണ് യോഗത്തിന് വിളിച്ചത്. എന്നാൽ കോൺഗ്രസ് സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ബിജെപി യൂത്ത് കോൺഗ്രസ് മാർച്ചുകളിൽ പോലീസ് കേസെടുത്തു. ഹെഡ്ഗേവാറിന്റെ പേര് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് പാലക്കാട് നഗരസഭ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മാർച്ചിനെ സിപിഐഎം അനുകൂലിക്കില്ലെന്നും നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത സിപിഐഎം നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് ശക്തമായ സംശയമുണ്ട് ഈ കാര്യത്തിൽ. വർഗീയത ഇളക്കിവിടുന്നതിന് വേണ്ടി ഇവിടെ മതനിരപേക്ഷത, നമ്മുടെ നഗരത്തിൽ മതനിരപേക്ഷത തകർത്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രത്യേക അജണ്ട തയ്യാറാക്കിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിനെ ശക്തമായ രൂപത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM നേരിടും. ഈ കാര്യത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. സർവകക്ഷി യോഗം വിജയമാണെന്ന് DYSP കൃഷ്ണദാസ് പറഞ്ഞു. സമാധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്നിട്ട് സമാന ശ്രമത്തോടെ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെസ്സേജ് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ആ വന്ന പ്രതിനിധി, മീറ്റിംഗിന് ശേഷം വന്ന പ്രതിനിധി ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അദ്ദേഹം പോലീസിനോട് അഷ്വർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തും പ്രകോപനപരമായിട്ടൊന്നും ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് തത്വത്തിൽ അത് സമ്മതിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. എന്നാൽ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളെ അനുകൂലിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ബിജെപി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.